കൂട്ടുകാരെ, ഞാൻ പറയാൻ പോകുന്നത് ഏകാഗ്രതയുടെ ഫലത്തെക്കുറിച്ചാണ്. ദ്രോണാചാര്യരുടെയും അർജുനൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാൻ കഥ പറയാം. പാണ്ഡവരുടെ പഠനകാലത്ത് ഗുരു ദ്രോണർ അർജുനനോട് മാത്രമായി കൂടുതൽ പരിഗണന കാണിച്ചിരുന്നു. മറ്റ് ശിഷ്യന്മാരെക്കാളിലും കൂടുതൽ സ്നേഹവും പരിഗണനയും എല്ലാം അർജുനന് നൽകുകയും അർജുനന് കൂടുതലായിട്ടുള്ള ധനുർവിദ്യകളും അസ്ത്രവിദ്യകളെല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് അർജുനനെ മാത്രമായിട്ട് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്ത്. ആ കഥ ഒരു വ്യാപാരിയുടെ കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അത് അർജുനന് ഏകാഗ്രത വർദ്ധിക്കാനും അർജുനൻ നല്ലൊരു ധനുർധാരി ആവാനും വേണ്ടി പറഞ്ഞു കൊടുത്തൊരു കഥയാണ്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ദ്രോണാചാര്യർക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ദ്രോണാചാര്യരുടെ സഹപാഠിയായിരുന്ന ദ്രുപദനെ പരാജയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് സജ്ജനാക്കുക അർജുനനെ എന്നതായിരുന്നു ദ്രോണാചാര്യരുടെ ലക്ഷ്യം. അതുകൊണ്ട് ദ്രോണാചാര്യർ അർജുനനെ ഈ ഒരു കഥ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ എന്താണെന്ന് ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരദേശത്ത് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരി തൻ്റെ വ്യാപാരത്തിൽ ശ്രദ്ധ കിട്ടാതെ ആയപ്പം തൻ്റെ വ്യാപാരം നിർത്തിയിട്ട് തപസ്സിലേക്ക് തിരിയാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ജീവിതം തപസ്സിൽ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഭാര്യക്കും മക്കൾക്കും ഭൃത്യന്മാർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത് അങ്ങനെ നാട് വിട്ട് കാടന്വേഷിച്ച് കാട്ടിലേക്കുള്ള വഴികൾ തിരക്കിക്കൊണ്ട് ഗ്രാമപ്രദേശത്തുകൂടെ പോവുകയാണ്. അങ്ങനെ ഗ്രാമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഒരു വേടനെ കണ്ട്. ആ വേടൻ ഒരു മരക്കൊമ്പിലേക്ക് ഇരിക്കുന്ന ഒരു പക്ഷിയുടെ നേർക്ക് ധനുസ്സുകൊണ്ട് ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. വളരെ ഏകാഗ്രതയോടെ നിൽക്കുന്നതാണ് ഈ വ്യാപാരി കാണുന്നത്. വ്യാപാരി ആ വേടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ച്, എനിക്ക് കാട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഇതൊന്നും വേടൻ അറിയുന്നില്ല. വേടൻ ഭയങ്കര ഏകാഗ്രതയോടെ തൻ്റെ ലക്ഷ്യത്തെ ഭേദിക്കാൻ വേണ്ടി ഉന്നൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വ്യാപാരി കാണുന്നത്. വ്യാപാരി വേടൻ്റെ ആ ഏകാഗ്രത കണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹം ആ പക്ഷിയെ വേട്ടയാടി പിടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. ആ വേടൻ പക്ഷിയെ വേട്ടയാടി പിടിച്ചതിന് ശേഷം വേടൻ്റെ അടുത്ത് വ്യാപാരി ചോദിച്ച്, എനിക്ക് കാട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? നിങ്ങളുടെ ഈ ഒരു ഏകാഗ്രത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്, നിങ്ങളാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വേടൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതെൻ്റെ അന്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്ര ശ്രദ്ധയോടെ പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞ, ഞാൻ കേൾക്കാഞ്ഞ. അതുകൊണ്ടാണ് ഇത് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഈ പക്ഷി എൻ്റെ അന്നമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ പക്ഷിയിൽ മാത്രം ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ഉന്നം പിടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏകാഗ്രത, ഈ വേടൻ്റെ ഏകാഗ്രതയിൽ സന്തോഷവാനായ സന്യാസിയായിട്ട് ഇരിക്കുന്ന നമ്മുടെ വ്യാപാരി വളരെ സന്തോഷത്തോടു കൂടി വേടൻ്റെ അടുത്ത് നിന്ന് പോയി. അങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പം അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കുശവനെയാണ്. ആ കുശവൻ വളരെ ശ്രദ്ധയോടുകൂടി മംഗലം ഒരു കല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്യാസി കുശവൻ്റെ അടുത്ത് ചെന്ന് വഴി ചോദിച്ചെങ്കിലും കുശവൻ അതൊന്നും കേട്ടില്ല. വളരെ ശ്രദ്ധയോടെ ഇരുന്ന് തൻ്റെ ജോലിയിൽ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ കുശവൻ്റെ ഏകാഗ്രതയിൽ സന്യാസി ഈ വ്യാപാരിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. അങ്ങനെ വ്യാപാരി അദ്ദേഹം ആ കല ഉണ്ടാക്കി കഴിയും വരെ ക്ഷമയോടെ അടുത്ത് തന്നെ നിന്ന്. അതിനുശേഷം തൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം ആ കുശവൻ്റെ അടുത്ത് വ്യക്തമാക്കി. അപ്പോൾ കുശവൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുശവൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഈ കല ഉണ്ടാക്കുന്നതിൽ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ പറ്റാതെ പോയത്. നിങ്ങൾ തപസ് ചെയ്യുന്നതിലും
കൂടുതൽ പുണ്യം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ വ്യാപാരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ ഈ ജോലിയിലൂടെ ഒരുപാട് ചെറിയ ജോലിക്കാർക്കും അവരുടെ ജോലികളും പുഷ്ടിപ്പെടുന്നുണ്ട്. അതുപോലെ നിരവധി പേർക്ക് ജോലിയും നല്ല അവസരങ്ങളും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി കുടുംബങ്ങൾ നല്ല രീതിക്ക് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി തന്നെയാണ് ഏറ്റവും വലിയ മറ്റു വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. ഈ ജോലി നിങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തപസ്സിലൂടെ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി തന്നെ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി നല്ല കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വ്യാപാരി പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഈ ജോലിയിൽ ഇപ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല, എനിക്ക് പഴയ പോലെ ഈ ജോലി നോക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം വ്യാപാരി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ ജോലി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. മറ്റ് അനേകം പേർക്ക് ഇത് ജോലിക്കുള്ളൊരു അവസരവും ആകും. മറ്റു വ്യക്തികൾക്ക് ഒരു സഹായം കൂടിയാണ് നിങ്ങളുടെ ജോലി. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ അതിൽ തന്നെ ഏകാഗ്രതയോടെ തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടി ഈ കുശവൻ വ്യാപാരിയെ ഉപദേശിക്കും. അങ്ങനെ വ്യാപാരിക്ക് താൻ എടുത്തു ചാടി ചെയ്ത ഈ പ്രവൃത്തി ശരിയായില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് വ്യാപാരി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവും. അങ്ങനെ വീട്ടിലെത്തിയ വ്യാപാരി പഴയതുപോലെ തൻ്റെ വ്യാപാരത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ വ്യാപാരം നല്ല രീതിക്ക് നോക്കിക്കൊണ്ട് പോകുന്നത് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ കഥ ദ്രോണാചാര്യർ നിർത്തുവാണ്. അപ്പോൾ ഈ ദ്രോണാചാര്യരുടെ ഈ കഥ കേട്ടപ്പം അർജുനന് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട് അർജുനന് തൻ്റെ ലക്ഷ്യബോധത്തെക്കുറിച്ചും തൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു ബോധം ആ സമയത്ത് ലഭിച്ച് അങ്ങനെ അർജുനൻ തൻ്റെ ശ്രദ്ധ മുഴുവനും പഠിക്കുന്ന ധനുർവിദ്യയിലേക്ക് കൊടുത്തുകൊണ്ട് അർജുനൻ നല്ല ഒരു ധനുർധാരിയാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ്റെ പരിശ്രമത്തിലും അർജുനൻ്റെ ആ ഒരു ശ്രദ്ധയിലും തൻ്റെ ഗുരുവായ ദ്രോണാചാര്യർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മറ്റ് പാണ്ഡവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരു നല്ല ധനുർധാരിയായിട്ട് അർജുനൻ ഉത്തമനായിട്ട് മാറി. അങ്ങനെ അർജുനൻ്റെ ധനുർവിദ്യ അതിലുള്ള ആ ഒരു ശ്രദ്ധയും ആ ഉത്തരവാദിത്വവും വളരെയധികം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ അർജുനനെ കൊണ്ട് സാധിച്ച്. അർജുനൻ ഈ കഥയിലൂടെയാണ് തൻ്റെ ലക്ഷ്യബോധം എന്തെന്നും ആ ലക്ഷ്യബോധത്തിൽ എങ്ങനെ എത്തിച്ചേരണമെന്നും മനസ്സിലായത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടിയെടുക്കാൻ വേണ്ടിയും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഏകാഗ്രതയിലും ലക്ഷ്യബോധത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സഫലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പരിശ്രമിക്കുക, ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക.